നമസ്കാരം. പാകിസ്ഥാനിൽ വീണ്ടും ഒരു സൈനിക അട്ടിമറിക്ക് കളമൊരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. രാജ്യത്തെ നിലവിലെ ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായെന്നും പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി പരസ്യമായി പ്രസ്താവിച്ചതിനു പിന്നാലെയാണ് നയതന്ത്ര കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും ഈ ചർച്ചകൾ ചൂടുപിടിച്ചത്. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും വക്താവുമായി അറിയപ്പെടുന്ന വ്യക്തിയാണ് മൊഹ്സിൻ നഖ്വി. മാധ്യമപ്രവർത്തകനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും നിലവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന നഖ്വി ഷെഹ്ബാസ് ഷെരീഫ് മന്ത്രിസഭയിലെ ശക്തനായ അംഗം കൂടിയാണ്. ഒരു പൊതുപരിപാടിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഈ തുറന്നു പറച്ചിൽ യാദൃച്ഛികമല്ലെന്നും സിവിലിയൻ ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന് കാണിച്ച് സൈന്യം നേരിട്ട് അധികാരം പിടിച്ചെടുക്കുന്നതിന്റെ മുന്നോടിയാണെന്നുമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഡോൺ പത്രത്തിന്റെ കോളമിസ്റ്റും രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായ യൂസഫ് നാസർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നഖ്വിയുടെ വാക്കുകൾ സൈനിക മേധാവി അസീം മുനീറിന്റെ ഉള്ളിലിരിപ്പാണ് വെളിപ്പെടുത്തുന്നത്. നിലവിലെ ഭരണവ്യവസ്ഥ തകർന്നുവെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ മുനീറിനാകില്ല. പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഇസ്ലാമാബാദിലെ ഓഫീസിലിരിക്കുന്നുണ്ടെങ്കിലും വിദേശ നയം, ആഭ്യന്തര സുരക്ഷ, ജനസംഖ്യാ നിയന്ത്രണം, ആണവ കമാൻഡ്, ഭരണപരമായ മറ്റ് തീരുമാനങ്ങൾ എന്നിവയിലെല്ലാം തീരുമാനമെടുക്കുന്നത് റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്തു നിന്ന് അസീം മുനീറാണ്. നിർണായകമായ തീരുമാനങ്ങളെടുക്കുന്ന വേദികളിൽ പാക് പ്രധാനമന്ത്രിക്കൊപ്പം മുനീറിന്റെ സാന്നിധ്യമുണ്ടായതോടെ തന്നെ ഭരണത്തിൽ പാക് സൈന്യം പൂർണ്ണമായി പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ ഹൈബ്രിഡ് ഭരണക്രമം മാറ്റി പുതിയൊരു സംവിധാനം കൊണ്ടുവരാൻ സൈന്യം പദ്ധതിയിടുന്നതായി മുൻ പാക് സൈനിക ഉദ്യോഗസ്ഥനും യൂട്യൂബറുമായ ആദിൽ രാജ അവകാശപ്പെട്ടു. ജനാധിപത്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞുള്ള പുതിയ ക്രമീകരണമനുസരിച്ച് അസീം മുനീർ പ്രസിഡന്റും മൊഹ്സിൻ നഖ്വി പ്രധാനമന്ത്രിയുമായി മാറിയേക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. കടുത്ത സാമ്പത്തിക തകർച്ച, ബലൂചിസ്ഥാനിലും ഖൈബർ പത്തൂൺഖയിലും പടരുന്ന സായുധ കലാപങ്ങളും വിമത നീക്കങ്ങളും, പാക് അധീന കശ്മീരിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ, രൂക്ഷമായ ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ നേരിട്ടുള്ള സൈനിക ഭരണം ഏർപ്പെടുത്താൻ സൈന്യത്തിനുമേൽ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന് വിരമിച്ച ഇന്ത്യൻ ആർമി മേജർ ജനറൽ CM സേത്തും വിലയിരുത്തുന്നു. 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1958, 1969, 1977, 1999 എന്നീ വർഷങ്ങളിലായി 4 തവണയാണ് പാകിസ്ഥാനിൽ സൈനിക അട്ടിമറി നടന്നിട്ടുള്ളത്. ജനാധിപത്യ സർക്കാരുകളെ നിയന്ത്രിച്ച് സൈന്യം പിന്നിൽ നിന്ന് ഭരിക്കുന്ന രീതിയും അവിടെ സാധാരണമാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റിനും പുറത്താക്കലിനും ശേഷം അസീം മുനീർ പാക് ഭരണത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ പാകിസ്ഥാനെ അഞ്ചാമതൊരു സൈനിക അട്ടിമറിയിലേക്കാണോ നയിക്കുന്നത് എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും വക്താവുമായി അറിയപ്പെടുന്ന വ്യക്തിയാണ് മൊഹ്സിൻ നഖ്വി. മാധ്യമപ്രവർത്തകനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തി. പിന്നീട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു. ഷെഹ്ബാസ് ഷെരീഫ് മന്ത്രിസഭയിലെ ശക്തനായ അംഗം കൂടിയാണ്. ഒരു പൊതുപരിപാടിയിൽ വെച്ച് അദ്ദേഹമാണ് ഈ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്. ഇതൊരു യാദൃച്ഛികമല്ലെന്നും സിവിലിയൻ ഭരണകൂടം പരാജയപ്പെട്ടെന്ന് കാണിച്ച് സൈന്യം നേരിട്ട് അധികാരം പിടിച്ചെടുക്കുന്നതിന്റെ മുന്നോടിയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.